ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. നില ഓരോ നിമിഷവും ആ മാൻഷനിൽ ഭീതിയോടെയാണ് കഴിച്ചുകൂട്ടിയത്. ഹീരയുടെ നിഴൽവട്ടം കണ്ടാൽ അവൾ ഭയന്നോടും. സായി ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും അവൻ അവർക്കിടയിൽ കൈകടത്തിയില്ല. പൃഥ്വിയുടെ കുറവ് നന്നായി തന്നെ ഉണ്ടായിരുന്നു. ബിസിനസ്സൊക്കെ ഭംഗിയായി സായി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും പൃഥ്വിയുടെ കുറവ് നികത്താൻ അവരെ കൊണ്ടായില്ല. ഹീര ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സായി അവൾക്ക് അടുത്തേക്ക് വന്നത്. പൃഥ്വി വിളിച്ചോ? സായി മുഖവരെയൊന്നും കൂടാതെ കാര്യം തിരക്കി. അവന് കുറച്ചുകൂടി ടൈം വേണമെന്ന്. അവനില്ലെങ്കിൽ ഒന്നും ശരിയാകില്ലെന്ന് അറിയില്ലേ അവന്? ഇവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഞാൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതുവല്ലതും ആ തേടിക്ക് അറിയണോ? സായി അമർഷത്തോടെ പറഞ്ഞു. ഹീര കേൾക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കാത്തത് പോലെ ഇരുന്നു. അവൾക്ക് പൃഥ്വി വന്നിട്ട് വേണം ചിലതൊക്കെ പ്ലാൻ ചെയ്യാൻ. അതിൻ്റെ ഒരു മുഷിവ അവൾക്കും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും കുറച്ച് ഗാർഡ്സ് ഒരാളെ വലിച്ചിടിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. ആരത്? മഹേന്ദ്ര സേട്ടോ? സായി അയാളെ പുച്ഛിച്ചു. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനിനി ഒന്നിനും പറല. അയാൾ അവർക്ക് മുമ്പിൽ ഇരുന്ന് കെഞ്ചി. പൃഥ്വിയില്ലെന്ന് കരുതിയല്ലേ നീ ഞങ്ങളുടെ കമ്പനിക്കിട്ട് ഉണ്ടാക്കിയത്? അവൻ ചാത്തൊന്നും പോയിട്ടില്ലടോ. ഈ നാട് വിട്ട് കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിന്നതാ. എന്തായാലും താൻ്റെ ഒരു... സായി കലിയോട് അയാൾക്കിട്ടൊരു തൊഴി കൊടുത്തു. സായിക്ക് പെട്ടെന്ന് എന്താ നടന്നെന്ന് മനസ്സിലായില്ല. അവൻ ഹീരയെ കൂർപ്പിച്ച് നോക്കി. സായിക്ക് കുറച്ചുകൂടി അയാൾ രണ്ട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഹീരയുടെ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. പെട്ടെന്നാണ് ചക്ക വെട്ടിയതുപോലെ ഒരു ശബ്ദം കേട്ട് സായി തിരിഞ്ഞു നോക്കിയതും അവൻ അറിയാതെ തലയിൽ കൈവച്ച് പോയി. ഈ പെണ്ണ് കൃത്യമായി ഇത് എങ്ങനെ വരുന്നെന്തോ. ദൈവമേ, ബോധം കെട്ടി ഇവളുടെ ഉള്ള ബോധം മുഴുവൻ പോകുമല്ലോ. തനിക്ക് പിന്നിൽ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നവളെ കണ്ട് സായി മൊഴിഞ്ഞു. ഹീര അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് സായിയെ നോക്കി. അവനവളെ നോക്കി വളിച്ചൊരു ചിരി ബസ്സാക്കിക്കൊണ്ട് നിലത്ത് ബോധം മറന്ന് കിടക്കുന്ന നിലയെ പൊക്കിയെടുത്ത് റൂമിലേക്ക് പോയി. അവളുടെ ഒരു അമ്മൂമ്മയുടെ ഒടുക്കത്തൊരു ബോധം കെടൽ. മിനിറ്റ് വെച്ച് ഇവൾക്കിങ്ങനെ വീണാൽ മതിയല്ലോ. എടുത്തോണ്ട് വന്ന മനുഷ്യനെ നാട് ഒടിഞ്ഞു. എന്നാൽ ഒരാളെ കൊല്ലുന്ന കൃത്യസമയം നോക്കി ഈ പെണ്ണ് എങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന സായി നിലയെ നോക്കി നെടുവേർപ്പിട്ടു. ചന്തു ആകൊരു മായാലോകത്തായിരുന്നു. സൂര്യ അവളെ ചുംബിച്ചെന്ന് വിശ്വസിക്കാൻ അവൾ ചിലപ്പം പാടുപെട്ടു. എന്തോ ഒരു ആവേശത്തിന് അങ്ങോട്ട് കയറി തലവെച്ച് കൊടുത്തതാണെങ്കിലും ഇപ്പം അവനെ കാണുമ്പോൾ പെണ്ണിന് നല്ല പേടിയുണ്ട്. വൈകുന്നേരം ആയപ്പോൾ നാരായണനും ഭാനുവും കൂടി ഉമ്മറത്തിരുന്ന് വിശേഷങ്ങൾ പറഞ്ഞു. അതവിടെ പതിവാണ്. അവർ ഭാര്യയും ഭർത്താവും വർഷങ്ങളായി ശീലിച്ചു പോയ കാര്യം. സൂര്യ അങ്ങോട്ട് വന്ന് അമ്മയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നു. അവർ വാത്സല്യത്തോടെ അവൻ്റെ തലയിൽ തലോടി കൊടുത്തു. മോനെ, ചന്തു എവിടെ? റൂമിലില്ലമ്മേ, അവൻ ഭാനുവിനോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവളിപ്പോൾ ഒന്ന് അടുത്ത് കാണാൻ കൂടി കിട്ടുന്നില്ല എന്നവൻ മനസ്സിൽ ചിന്തിച്ചു. നീ ഒരു കാര്യം ചെയ്യ്, മോളെയും കൂട്ടി പുറത്തോട്ടൊക്കെ ഒന്ന് പോയി വാ. ഭാനു അങ്ങനെ പറഞ്ഞതും അവൻ്റെ മിഴികൾ തിളങ്ങി. ഒരു സാധാ ചുവപ്പ് ഗോൾഡ് കളർ ചേർന്ന ചുരിദാറും ഇട്ട് സൂര്യയുടെ കയ്യും പിടിച്ച് മാർക്കറ്റിലൂടെ നടക്കുവാണ് ചന്തു. അവളുടെ കയ്യിൽ ലോലിപ്പോപ്പും അവൻ്റെ കയ്യിൽ അവൾക്കായി വാങ്ങിയ എന്തൊക്കെയോ സാധനങ്ങൾ നിറഞ്ഞ കവറുണ്ട്. സൂര്യേട്ടാ, നമുക്ക് വലിയൊരു കാറ് വാങ്ങണം. എന്നിട്ട് എല്ലാവരും നമ്മളെ നോക്കി അസൂയപ്പെടും പോലെ ഇങ്ങനെ സ്റ്റൈലിൽ വന്നിറങ്ങണം. ആഹാ, എന്താ അന്തസ്! സ്വയം പുളകം കൊള്ളുന്നവളെ കണ്ട് അവൻ ചെറുതായി പുഞ്ചിരിച്ചു. സൂര്യയുടെ നെറ്റിയിലെ സിന്ദൂരക്കുറി വിയർപ്പ് കാരണം നെറ്റിയിൽ പടർന്നു. അയ്യേ, ദേ ഏട്ടൻ്റെ കുറി നെറ്റിയിൽ ആകെ പടർന്നു. നിക്ക്, ഞാൻ ശരിയാക്കി തരാം. പറയിലും അവനെ പിടിച്ചു നിർത്തി തൻ്റെ ഷാളിൻ്റെ തുമ്പ് കൊണ്ട് അവൾ പടർന്ന സിന്ദൂരം തുടച്ചു മാറ്റി. വായിൽ കോലും മിഠായി വെച്ച് നിൽക്കുന്നവളുടെ മുഖം നിറയെ അവൻ്റെ മിഴികൾ കൊതിയോടെ പാഞ്ഞു നടന്നു. ഒടുവിൽ മിഠായി നുണഞ്ഞെടുക്കുന്ന ചുണ്ടിലെത്തിയതും അവൻ്റെ മിഴികൾ വല്ലാതെ വിടർന്നു പോയി. ചന്തു ഒന്നും ശ്രദ്ധിച്ചതേയില്ല. ചന്തു അവനിൽ നിന്നും അകന്നതും ഒരു കള്ളച്ചിരിയുടെ സൂര്യ അവൾ കടിച്ചു പിടിച്ചിരുന്ന കോലുമിഠായി കൈക്കലാക്കി സ്വന്തം വായിലിട്ട് ആസ്വദിച്ച് നടന്നു. ചന്തു ഒരു നിമിഷം ഷോക്കേറ്റൊക്കെ ആക്കിയ പോലെ തറഞ്ഞു നിന്നുപോയി. അവൻ എന്താ ചെയ്തെന്ന ബോധം വന്നതും അവൾ അയ്യെന്ന പോലെ ചുറ്റൊന്ന് നോക്കി. നല്ല തിരക്കുള്ള മാർക്കറ്റാണ്. പലരും അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്നത് കൂടി കണ്ടതും അവളുടെ മുഖം കൂർത്തു വന്നു. സൂര്യ അവളുടെ ഓരോ ഭാവവും വല്ലാതെ ആസ്വദിച്ചു. ഈ കുഞ്ഞിപ്പെണ്ണിലേക്ക് തൻ്റെ ലോകം ചുരുങ്ങിപ്പോകുന്നത് അത്ഭുതത്തോടെ അവനും അറിയുന്നുണ്ടായിരുന്നു. എന്തോ മനസ്സ് നിറഞ്ഞ് പൊട്ടിപ്പോകുമ്പോൾ ഒരു സ്നേഹവും കൊതിയുമാണ് ഈ കുറുമ്പിപ്പെണ്ണിനോട്. അവളുടെ ഓരോ കുറുമ്പും അവൻ ആസ്വദിച്ചു. അവൻ അവളുടെ കൈ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് മുന്നോട്ടും നടന്നു. പരിചയമുള്ളവരോടൊക്കെ ചന്തു വാതോരാത്ത വിശേഷം പറയുന്നുണ്ട്. കുറച്ചു ദൂരം ചെന്നതും അവൾ ആകെ ക്ഷീണിച്ചു. ഇപ്പം റോഡിലാണുള്ളത്. അവിടെ ഒരു കൂൾ ബാറിലേക്ക് അവൻ അവളെയും കൊണ്ട് കയറി. ചേട്ടാ, ഒരു ഓറഞ്ച് ജ്യൂസ്, നല്ല ചോറ്, 2 കട്ട്ലറ്റ്, പിന്നെ ഒരു പിസ്ത ഐസ്ക്രീമും. അവൾ വിളിച്ചു പോയി ഓർഡർ കൊടുക്കുന്നത് കേട്ട് ചിലരൊക്കെ അവളെ നോക്കി. അവൾക്ക് ചെറിയ ജാളിത തോന്നിയെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്തില്ല. സൂര്യ ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ചെറുചിരിയോടെ ഇരുന്നു. പെട്ടെന്നാണ് അവരുടെ അടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ചെയറിലേക്ക് ആരോ വന്നിരുന്നത്. ഹായ് സൂര്യ, തൻ്റെ കല്യാണമായെന്ന് അറിഞ്ഞു, വരാൻ പറ്റിയില്ല. വർണ്ണ അവനെ നോക്കി അല്പം പുച്ഛത്തോടെ പറഞ്ഞു. അത് സാരല്ലടോ, ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ നടന്ന വിവാഹമായിരുന്നു. സൂര്യയുടെ മുഖത്തെ ചിരി കണ്ട് വർണ്ണക്ക് കലി കയറി. ഓ, ഇതാണോ പെണ്ണ്? അവൾ ചന്തുവിനൊന്ന് ചുഴിഞ്ഞു നോക്കി.
ചന്തുവാണെങ്കിൽ ഇതേതാ ഈ വെള്ളബോധം എന്ന കണക്ക് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. നിറവും സമ്പത്തും കുറവാണെങ്കിലും കൊച്ചു പെണ്ണ. ആ, ഇവളുടെ കല്യാണം പന്തല് വെച്ച് മുടങ്ങിപ്പോയത് നിന്റെ ഭാഗ്യം. ഇല്ലെങ്കിലേ ഈ ജന്മം നിനക്ക് പെണ്ണ് കിട്ടുമായിരുന്നോ? ഏതായാലും കോൾ അടിച്ചല്ലോ മോനെ. ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എനിക്ക് മുംബൈയിൽ ഏറ്റവും ഫേമസ് ആയ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് സെലക്ഷൻ കിട്ടി. 1 മാസം തന്നെ ലക്ഷങ്ങൾ സാലറി കിട്ടും. ഇപ്പം മനസ്സിലായില്ലേ നിനക്ക് നമ്മൾ തമ്മിലുള്ള അന്തരം? ചന്തുവിനെ നോക്കി പുച്ഛത്തോടെ അവൾ പറഞ്ഞതും അതുവരെ ഉണ്ടായിരുന്ന ചന്തുവിന്റെ ഭാവം മാറി. സൂര്യ എപ്പോഴും സൗമ്യമായി പുഞ്ചരിച്ചതേ ഉള്ളൂ. അല്ലെങ്കിൽ നിനക്ക് ഇവൾ തന്നെ കൂടുതലാ. കൊച്ചെ, നീ ഇവനെ കുറിച്ച് വല്ലതും അറിഞ്ഞിട്ടാണോ ഈ കെട്ടിയത്? ഈ പൊട്ടന് നല്ലൊരു നട്ടല് പോലും ഇല്ല. സ്വന്തം പെങ്ങളെ കയറി പിടിച്ചവനോട് അങ്ങോട്ട് ക്ഷമ ചോദിച്ചു വിട്ട മുതലായത്. നീയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നാളെ നിന്നെ വല്ലവന്മാരെ കയറി പിടിച്ചാ ഇവൻ അങ്ങനെ തന്നെ ചെയ്യും. തികഞ്ഞ പുച്ഛത്തോടെ പറഞ്ഞവൻ ആക്ഷേപിച്ചു. പലരും കേൾക്കും വിധമാണ് അവളത് വിളിച്ചു പറഞ്ഞത്. പെട്ടെന്നാണ് വലിയൊരു ശബ്ദത്തോടെ ഗ്ലാസ് നിലത്തേക്ക് വീണ് പൊട്ടിയത്. ചീ, നിർത്തടി ചൂലേ! ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന ചന്തുവിനെ കണ്ട് വർണ്ണയാകെ പകച്ചു പോയി. നീ എന്താടി എന്റെ കെട്ടിനെ കുറിച്ച് പറഞ്ഞത്? അയാൾക്ക് നട്ടലില്ലെങ്കിൽ ഞാനതങ്ങ് സഹിച്ചു. അതിന് നിന്റെ നട്ടിലെ കട ചോദിച്ചു വന്നൊന്നുമില്ലല്ലോ അങ്ങേരി. പിന്നെ എന്റെ അടുത്ത് ഏതെങ്കിലും അവന്മാര് കഴപ്പും കൊണ്ട് വന്നാ അടിച്ചവന്റെ മോന്ത പൊളിക്കാനേ ഈ ഞാൻ തന്നെ ധാരാളം. ചന്തു ഇങ്ങനെ പ്രതികരിക്കുമെന്ന് പറഞ്ഞ തീരെ കരുതിയില്ല. അവളുടെ മുഖമൊക്കെ നാണക്കേട് കൊണ്ട് വിളറി പെടുത്തു. നീ ആരാ നടി വെള്ളപ്പറ്റി നിന്റെ വിചാരം? എന്നെ കേട്ടിയോനെ പറയാൻ നീ ആരടി? ചന്തു നിന്ന് ഉറഞ്ഞു തുള്ളി. ആ സമയം സൂര്യയുടെ ചുണ്ടിലെ കുഞ്ഞു ചിരിക്ക് മാറ്റി കൂടിയിരുന്നു. സൂര്യ, എന്താ ഇത്? തന്റെ ഭാര്യ എന്നോട് ഇത്രയും സംസ്കാരമില്ലാതെ സംസാരിക്കുന്നത് താൻ കണ്ടില്ലേ? ഒടുവിൽ ചന്തുവിനോട് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് മനസ്സിലായതും വർണ്ണ സൂര്യക്ക് നേരെ പൊട്ടിത്തെറിച്ചു. അയ്യോടി, നീ അങ്ങ് മഹത്തത്വങ്ങളല്ലേ ഇതുവരെ ഇവിടെ നിന്ന് വിളിച്ചു കൂവിയത്? അദ്ദേഹം ഒന്നും തിരികെ പറയില്ലെന്നുള്ള ധൈര്യം കൊണ്ടല്ലടി നീ ഇവിടെ കിടന്ന് തുള്ളിയത്. ഞാനേ നല്ല ഉശിലുള്ള പെണ്ണടി. എന്റെ ഏട്ടന് ചോദിക്കാനും പറയാനും ഞാനുണ്ട്. അവളുടെ ആ ഡയലോഗിൽ വർണ്ണ ചാടി എഴുന്നേറ്റ് കൊണ്ട് സൂര്യയെ നോക്കി ഒന്ന് കല്ലിപ്പിച്ചു. വർണ്ണയ്ക്ക് ചന്തുവിനെ വെട്ടിക്കൊള്ളാനുള്ള പക തോന്നിയെങ്കിലും തൽക്കാലം ഒന്നും മിണ്ടാതെ ഉള്ള മാനവും കൊണ്ട് അവൾ അവിടുന്ന് ഇറങ്ങിപ്പോയി. വർണ്ണയുടെ പോക്ക് കണ്ട് ചന്തൊന്ന് ചെറികൂട്ടി ചിരിച്ചുകൊണ്ട് സൂര്യയെ നോക്കി. സൂര്യയെ കണ്ടതും അവളുടെ മുഖം കുത്തി വീർത്തു. അവളുടെ കണ്ണുരുട്ടിൽ കണ്ട് അവനൊന്ന് പരുങ്ങി. ഇങ്ങനെ പൊട്ടനെ പോലെ കണ്ടവന്മാരുടെ വായിലിരിക്കുന്നത് കേട്ട് നടന്നോ? നിങ്ങൾക്ക് 2 പറഞ്ഞാലെന്താ? ഇങ്ങനെ പാവമായത് സൂര്യേട്ടാ. അവൾക്ക് അവനോട് പരിഭവം തോന്നി. ചന്തു, ദേ നോക്കിയേ, നമുക്ക് ഈ വഴക്കൊന്നും വേണ്ടടൂ. ശാന്തതയും സമാധാനം ഉണ്ടെങ്കിൽ അതിലും നല്ലത്. സൂര്യ അവൾ ആശ്വസിപ്പിച്ചു. ഉവ്വ, നിങ്ങൾ നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. ആ സാരല്ല, എനിക്ക് നല്ല ധൈര്യമുള്ളത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. സ്വയം പുകഴ്ത്തിക്കൊണ്ട് ആളാവുന്നവളെ കണ്ട് അവന് ചിരി വന്നു. ചന്തു ചാടിത്തുള്ളിയാണ് തിരികെ വീട്ടിലേക്ക് വന്നത്. അവളുടെ കുത്തി വീർത്ത മുഖം കണ്ട് ലച്ചവളൊന്ന് കൂർപ്പിച്ച് നോക്കി. എന്ത് പറ്റിയേട്ടാ? ഇവിടുന്ന് പോകുമ്പോൾ അവൾ നല്ല മൂഡിലായിരുന്നല്ലോ. രണ്ടാളും വഴക്ക് കൂടിയോ? സൂര്യയോട് ലച്ച് കാര്യം തിരക്കി. സൂര്യത്തിന് ചെറിയ ചിരിയോടെ അവളെ നോക്കി കണ്ണു ചിമ്മി. ചന്തു ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. ലച്ച് വന്ന് സൂര്യയുടെ കയ്യിൽ തൂങ്ങി. എനിക്കൊന്നും വാങ്ങിയില്ലേട്ടാ? ചുണ്ട് ചുളുക്കിക്കൊണ്ട് കൊഞ്ചി ചോദിച്ചവളുടെ കവളിലൊന്ന് തട്ടിയിട്ട് അവൻ കയ്യിലിരുന്ന 3 കവർ അവൾക്ക് കൊടുത്തു. ഹായ് എന്റെ ചക്കരേട്ടൻ ഉമ്മ. അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചു അവൾ. അവനും ചിരിയോടെ അത് സ്വീകരിച്ചു. രാത്രി അത്താടൊക്കെ കഴിഞ്ഞ് മുറിയിലേക്ക് ചെന്ന സൂര്യ ബെഡൊക്കെ തട്ടിക്കുടഞ്ഞ് വിരിക്കുന്ന ചന്തുവിനെ കണ്ട് കള്ളച്ചിരിയോട് അവൻ ഡോറ് ലോക്ക് ചെയ്തു. ചന്തു ഇതൊന്നും അറിയാതെ മരണപ്പണിയിലാണ്. അവൾ എത്ര വിരിച്ചിട്ടും അത് അങ്ങോട്ട് ശരിയാകുന്നില്ല. അവസാനം അവൾക്ക് ദേഷ്യം വന്നതും എല്ലാം കൂടെ ചുരുട്ടിയെടുത്തൊരു ഏറ് വെച്ച് കൊടുത്തവൾ. എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളുടെ ഈ കളികളൊക്കെ കണ്ട സൂര്യക്ക് ചിരി വന്നു. അവൻ പതിയെ ചെന്ന് അവളുടെ എടുത്തെറിഞ്ഞ് ബെഡ്ഷീറ്റ് എടുത്ത് കൊടുത്ത് നല്ല വൃത്തിക്ക് വിരിച്ചിട്ടു. ചന്തുവനം നോക്കി. ഒപ്പം ആ ബെഡ്ഷീറ്റിനെയും അവളുടെ ചുണ്ട് കൂർത്തു വന്നു. സൂര്യ അവളെ നോക്കി പുരികം പൊക്കി. ഇത് തന്നെയല്ല ഞാനും ചെയ്ത്. പക്ഷെ ഞാൻ ചെയ്തപ്പോൾ മാത്രം എന്താ ഇത് വൃത്തിയായി കിടക്കാഞ്ഞത്? പരിഭവത്തോടെ പറയുന്നവളെ കണ്ട് അവന് ചിരി വന്നു. അവൻ അവളുടെ ഇടുപ്പിൽ വട്ടം ചുറ്റി അവളെ തന്നോട് ചേർത്തു. അവന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവളാകുന്നു വിറച്ചു പോയി. അവനത് അറിഞ്ഞതുപോലെ അവളെ വശ്യമായെന്ന് നോക്കി. ചന്തുവിന്റെ മുഖം ചുവന്നു തുടുത്തു. നാണത്തോടെ അവൾ തലതാഴ്ത്തിയതും അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച ആ കുഞ്ഞുമുഖം തനിക്ക് നേരെ വീഴ്ത്തി. അവന്റെ മിഴികൾ അവളുടെ മുഖമാകലഞ്ഞു. കൊതിയോടെ അവൾ ഇളമ്പിങ്ങി ചുണ്ടിൽ അവൻ അമർത്തി ചുംബിച്ചു. ചന്തു നീങ്ങിക്കൊണ്ട് അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി. പതിയൊന്ന് മുത്തിയവൻ അവളുടെ അതിരങ്ങളെ തന്റെ ചുണ്ടുകളാൽ പൊതിഞ്ഞെടുത്ത് പതിയെ തുടങ്ങിയ ചുംബനം എപ്പോഴേക്കോ വന്യമായി തുടങ്ങി. അവന്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു. അവളുടെ മാറിൽ അവനെ പിടിമുറുക്കിയതും ചന്തുവിന്റെ മിഴികൾ തുറച്ചുപോയി. അവൻ അവളെ വിടാതെ പിടിച്ചുകൊണ്ട് അവളിട്ടിരുന്ന ടോപ്പ് തലവഴി ഊരിയെറിഞ്ഞു. ചന്തു നെട്ടിവിറച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നതും വശ്യമായ ചിരിയോടെ സൂര്യ തന്റെ ബനിയനും ഊരിയെറിഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് ചുവട് വെച്ചു. അവളുടെ പുറംകഴുത്തിൽ അവന്റെ ചുംബനം പതിഞ്ഞതും ചന്തു നീങ്ങിക്കൊണ്ട് തിരിഞ്ഞവനും മുറുക്കപ്പെടുന്നു. അവനും അവളെ തന്നോട് ചേർത്ത് മുറുക്കി. അവളെ ഞെക്കി പൊട്ടിക്കാൻ തോന്നിയവന്. അത്രയും സോഫ്റ്റായ ശരീരമായിരുന്നു അവൾക്ക്. സൂര്യ അവളൊരു കൈ കൊണ്ട് പൊക്കിയെടുത്ത് ബെഡിലേക്കിട്ടു. അവൾക്ക് മുകളിൽ അവൻ സ്ഥാനം പിടിച്ചു. അവൻ ചന്തുവിന്റെ സിന്ദൂരരേഖ ചുവപ്പിൽ അമർത്തി ചുംബിച്ചു. ഇരുവരുടെയും ശരീരം ചൂട് പിടിച്ചു. ചന്തു ആകെ ചുവന്ന് തുടുത്തിരുന്നു.
അവൻ അവളുടെ മിഴികളിലേക്ക് നോക്കിയത് നാണത്തോടെ അവൾ അവൻ്റെ കഴുത്തിടക്കിൽ മുഖം പൊഴുത്തി ഒന്ന് ചുംബിച്ചു. അത് മതിയായിരുന്നവന്. അവൾ അത്യധികം പ്രണയത്തോടെ അവൻ ചുംബിച്ചു നിർത്തി. പതിയെ അവളിൽ അവൻ തടസ്സമായതൊക്കെ അവളിൽ നടത്തി മാറ്റി. ഇരുവരും പൂർണ്ണനഗ്നരായതും ചന്തു ഒന്ന് വിറച്ചുപോയി. അവൾ തൻ്റെ കൈകൾ കൊണ്ട് സ്വയം മുഖം പൊത്തിപ്പിടിച്ചു. അവളുടെ നാണം കണ്ട് സൂര്യയ്ക്ക് ചിരി വന്നു. അവൻ കുറുമ്പോട് അവളുടെ മാറിലെ തേൻ നുകർന്നതും വിറച്ചുപോയി. അവൾ പതിയെ പതിയെ അവളും അവനിൽ അലിഞ്ഞുപോയി. എപ്പോഴോ നട്ടലിലൂടെ ഒരു മിന്നൽ പായും പോലെ തോന്നിയതും വേദന കൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങിയിരുന്നു അവൾ. ആ സൂര്യട്ട! അവൾ വിതുമ്പിപ്പോയി. ഒന്നുമില്ലടാ, ഇപ്പം മാറും, ഞാനല്ലേ, ഒന്നുമില്ല. അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ അവളെ ആശ്വസിപ്പിച്ചു. ഇരുവരും ഒരു മനസ്സും ഒരു മെയ്യുമായി പുതിയൊരു തുടക്കം കുറിച്ചപ്പോൾ അങ്ങകലെ അവരെ മാത്രം നിരീക്ഷിച്ചിരുന്ന ഒരുവന്റെ കണ്ണിൽ സൂര്യയോടുള്ള പകയെറിഞ്ഞു.